ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളെ അരിംകൊല ചെയ്ത ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം. പ്രധാന മേഖലകളിൽ പരിശോധന ശക്തം. അതേസമയം ശ്രീനഗറിൽ സർവകക്ഷി യോഗം ആരംഭിച്ചു. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും വിവിധ കക്ഷി നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. പഹൽഗാമിലെ ബൈസരൻ വാലിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപൻ ചേരുകയാണ്. ഭീകരർക്കായുള്ള തെരച്ചിൽ എത്രത്തോളം ഊർജിതമാണ്? ആ ഒരു താഴ്വര വളഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധന തന്നെയാണോ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്? സുരേഷ്, ജമ്മുകാശ്മീർ പോലീസിൻ്റെയും അതേപോലെ തന്നെ CRPF-ൻ്റെയും കരസേനയുടെയും പ്രത്യേക സംഘമടങ്ങുന്ന ഒരു ടീം, ആ ടീമാണ് ഈ സെർച്ചിങ് ഓപ്പറേഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പെഹൽഗാമിന് ചുറ്റുമുള്ള വലിയ കാടുകളിൽ, അതായത് വലിയ കാടുകളാണ് ഈ പെഹൽഗാമിന് ചുറ്റുമുള്ളത്. ആ കാടുകളിൽ ആണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വലിയ പൈൻ കാടുകളാണ് ഈ മേഖലയിലുള്ളത്. ഈ പൈൻ കാടുകൾക്കുള്ളിലേക്ക് ഈ ഭീകരവാദികൾ മറഞ്ഞിരിക്കാമെന്നുള്ളതാണ് ഈ അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത്. കാരണം ഈ അക്രമം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അവിടേക്ക് സൈന്യം എത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായി പുറത്ത് കടക്കുവാൻ സാധ്യതകളില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഈ പൈൻ കാടുകളിൽ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേഖലകളിലടക്കം ഈ അന്വേഷണ സംഘം പ്രത്യേക തിരച്ചിൽ നടത്തുന്നത്. അതിനിടയിൽ വളരെ സുപ്രധാനമായൊരു നീക്കം നടക്കുന്നത്, നാളെ 11:30 കരസേനാ മേധാവി അദ്ദേഹം ഈ പെഹൽഗാമിൽ ഈ സംഭവം നടന്ന ബൈസരൻ വാലി സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കരസേനാ വൃത്തങ്ങൾ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്ദർശന ഉദ്ദേശം തന്നെ ഈ ഭീകരാക്രമണം, 26 പേർ കൊല്ലപ്പെട്ട ഈ സന്ദർഭം, അത് എങ്ങനെയുണ്ടായി, എന്താണ് സുരക്ഷാ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രധാനമായും കരസേനാ മേധാവി നാളെ ഇവിടെ എത്തുന്നത്. കരസേനാ മേധാവിക്കൊപ്പം ജമ്മുകാശ്മീർ പോലീസിൻ്റെ DGP അടക്കമുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും നാളെ മുതൽ തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ, ഈ പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇതിനോടകം ഏതാണ്ട് 1500-ലധികം ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ഇനി ഏതാണ്ട് 100-ലധികം ആൾക്കാർ നിലവിൽ ജമ്മുകാശ്മീർ പോലീസിൻ്റെയും ഈ പ്രത്യേക സംഘത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ആ കസ്റ്റഡിയിൽ ഇരിക്കുന്നവരെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശമുണ്ട്. നാളെ മുതൽ അത്തരം ചോദ്യം ചെയ്യലുകൾ ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ ഈ അക്രമത്തിൽ പങ്കെടുത്ത 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആൾക്ക് ഒരു തലയ്ക്ക് 20 ലക്ഷം എന്ന രീതിയിലാണ് ഇവർക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ജമ്മുകാശ്മീർ പോലീസിനെ അറിയിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ജമ്മുകാശ്മീരിലെ അവസ്ഥ വളരെ ശാന്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഗുൽഗാവിൽ ഒരു ചെറിയ രീതിയിലുള്ള ഭീകരരുമായ ഏറ്റുമുട്ടലുണ്ടായി. അങ്ങനെ 3 ഭീകരരെ സൈന്യം വളയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട സെർച്ച് ഓപ്പറേഷനുകളും മറ്റും നടക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരം ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ നിലവിൽ ജമ്മുകാശ്മീരിലെ അവസ്ഥ പൂർണ്ണമായും ശാന്തമാണ്. അതേസമയം ജമ്മുകാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ഭീകരാക്രമണം ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പെഹൽഗാമിൽ ബൈസരൻ വാലിക്ക് സമീപം ഇവിടെ തിങ്ങി നിറഞ്ഞ് ജനനിബിഡമായ ഒരു അന്തരീക്ഷമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. കാര്യം ഇപ്പോൾ ഈ അവധിക്കാലമാണ്, വേനലവധി കാലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വിനോദസഞ്ചാരികൾ, മലയാളികൾ അടക്കമുള്ള ധാരാളം വിനോദസഞ്ചാരികളിലേക്ക് എത്തേണ്ട സമയമാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വിനോദസഞ്ചാരിയും കാണാൻ കഴിയില്ല. മാധ്യമപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ ഈ പ്രദേശത്തെ ചില ആളുകളല്ലാതെ മറ്റ് ഒരു വിനോദസഞ്ചാരികളും ഈ പെഹൽഗാം മേഖലയിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം ഡാൽ തടാകം അടക്കമുള്ള മേഖലകളിൽ വിനോദസഞ്ചാരികളുണ്ട്. എങ്കിൽ തന്നെയും എണ്ണത്തിൽ വളരെ കുറവുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിനോദസഞ്ചാര മേഖലയിൽ വലിയൊരു ഇടിവ് തന്നെയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് നമുക്ക് ഈ പെഹൽഗാമിലെ ഈ കടകളൊക്കെ തന്നെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു വെക്കുന്ന കടകളാണ്. എന്നാൽ ഈ അക്രമത്തിന് ശേഷം ഇവിടേക്ക് ആരും എത്താതായി. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പൂർണ്ണമായും അടച്ചിട്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഈ ഇവിടുത്തെ നാട്ടുകാരുടെ വരുമാന മാർഗം കൂടിയാണ് ഭീകരവാദികൾ തകർത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിനോദസഞ്ചാര മേഖല, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിൽ പിന്നെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മാറ്റം, വലിയ പരിണാമമാണ് ജമ്മുകാശ്മീരിൽ ഉണ്ടായത്. ആ പരിണാമം, അല്ലെങ്കിൽ ഇതുവരെയായിട്ടും 2014 മുതൽ നേടിയെടുത്ത വിനോദസഞ്ചാര മേഖലയിൽ നമ്മൾ നേടിയെടുത്ത ആ നേട്ടമൊക്കെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള അക്രമമാണ് ഈ ഭീകരവാദികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. 25 ഭാരതീയർക്കും ഒരു നേപ്പാൾ സ്വദേശിക്കുമാണ് ജീവൻ നഷ്ടമായത്. ഏതായാലും ഭാരതം അതിൽ പ്രത്യാക്രമണം നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനോടകം തന്നെ പ്രതിരോധ മേഖലയിൽ ഭാരതത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കഴിഞ്ഞു. ഇനി നേരിട്ടുള്ള അക്രമം അത് എങ്ങനെ, എപ്പോൾ എന്നുള്ളത് മാത്രമാണ് ഒരു ആശങ്കയായി നിൽക്കുന്നത്. നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.